നമസ്കാരം. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ അത് മോദിയെ കൊണ്ടേ സാധിക്കൂ. ആര് എന്തൊക്കെ പറഞ്ഞാലും പ്രതിസന്ധികൾ വരുമ്പോൾ തരണം ചെയ്യാൻ കണ്ടുപഠിക്കേണ്ട ഒരേ ഒരു നേതാവാണ്, അതും ലോക നേതാവ് നരേന്ദ്രമോദി തന്നെയാണ്. അതുകൊണ്ടാണ് ഗാസയിലെ സമാധാനത്തിന്റെ വിഷയത്തിൽ പോലും മോദിക്ക് നിർണായകമായ പങ്ക് വഹിക്കേണ്ടി വരുന്നത്. വെടിനിർത്തൽ ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഗാസ സമാധാന പദ്ധതിക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചിരിക്കുകയാണ്. ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിക്കവെയായിരുന്നു സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത മോദി എടുത്തു പറഞ്ഞത്. നെതന്യാഹു മോദിയെ നേരിട്ട് ഫോണിൽ വിളിക്കുകയായിരുന്നു. ഇരു നേതാക്കളും ദ്വികക്ഷി ബന്ധങ്ങൾ വിലയിരുത്തുകയും സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. സംഭാഷണത്തിനിടെ ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യകാല നടപ്പിലാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചത്. സംഭാഷണം, നയതന്ത്രം, സമാധാനപരമായ പരിഹാരം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ ദീർഘകാല നിലപാട് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രണ്ട് നേതാക്കളും തീവ്രവാദത്തെ ശക്തമായി അപലപിക്കുകയും എല്ലാ രൂപത്തിലുമുള്ള തീവ്രവാദത്തോട് തങ്ങളുടെ ഒട്ടും പൊരുത്തപ്പെടില്ല എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. പ്രതിരോധം, സാങ്കേതിക വിദ്യ, വ്യാപാരം, നൂതന ആശയങ്ങൾ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും രണ്ട് നേതാക്കളും ആഹ്വാനം ചെയ്തു. ഈ വർഷം ഒക്ടോബറിൽ ട്രംപിന്റെ 20 ഇന ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രയേലും ഹമാസും സമ്മതിച്ചു എന്ന പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തിരുന്നു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ, തീവ്രവാദത്തിനെതിരായി പങ്കിട്ട നിലപാടും എന്നിവയും നെതന്യാഹു മോദി ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. എല്ലാ രൂപത്തിലുള്ള ഭീകരതയോടും സീറോ ടോളറൻസ് നയം നിലനിർത്തണമെന്ന് ഇരുവരും ഉറപ്പു നൽകി. ഗാസയിലെ ആദ്യഘട്ട വെടിനിർത്തൽ ഒക്ടോബർ 10 ആരംഭിച്ചു എങ്കിലും രണ്ടാം ഘട്ടത്തിലെ വിശദാംശങ്ങൾ, ഹമാസിന്റെ ആയുധാഹാരം, അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസം ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. ട്രംപിന്റെ പദ്ധതി UN സെക്യൂരിറ്റി കൗൺസിൽ റെസല്യൂഷൻ 2803 വഴി അംഗീകരിക്കപ്പെട്ടിരുന്നു. ഇത് ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണത്തിനുമുള്ള റോഡ് മാപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. ട്രംപിന്റെ പദ്ധതി ഗാസയെ ഭീകരതയിൽ നിന്നും മോചിപ്പിക്കുകയും വികസനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുക, ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾ നിർത്തുക, 72 മണിക്കൂറിനുള്ളിൽ ഹമാസ് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുക, പിന്നീട് ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുക എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ഹമാസ് തീവ്രവാദികൾ കീഴടങ്ങുകയോ ഗാസ വിടുകയോ ചെയ്താൽ മാപ്പ് നൽകും. ട്രംപ് ചെയർമാൻ ആകുന്ന ബോർഡ് ഓഫ് പീസിലൂടെ UN, റെഡ് ക്രസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ സഹായിക്കും. അത് ആശുപത്രികൾ, ബേക്കറികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെ പുനരുദ്ധീകരിക്കും. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപരമായ പങ്കാളിത്തം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, വ്യാപാരം, നവീകരണം എന്നിവയിൽ ആഴത്തിൽ വികസിപ്പിക്കാൻ രണ്ട് നേതാക്കളും പ്രതിബദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. നെതന്യാഹു ഡിസംബർ 29 ട്രംപിനെ സന്ദർശിക്കുമെന്നും വ്യക്തമാക്കി. ഇത് ഗാസ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് വഴിയൊരുക്കും. പതിവ് ബന്ധം നിലനിർത്താൻ സമ്മതിച്ച ഇരുവരും മേഖലയിലെ സ്ഥിരതയ്ക്ക് സംയുക്ത ശ്രമങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച